അവയവക്കടത്ത് കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ആലുവ റൂറൽ SP വൈഭവ് സക്സേന. നിലവിൽ പിടിയിലായ സജിത് ശ്യാം സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ ആളാണ്. അന്വേഷണം ശാസ്ത്രീയമായി പുരോഗമിക്കുന്നു. ഹൈദരാബാദിലും ബാംഗ്ലൂരുവിലും പരിശോധനകൾ നടത്തുമെന്നും കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു പുള്ളിയുടെ. സോ അതിന്റെ അടിസ്ഥാനത്തിൽ കുറേ ചോദ്യം ക്വസ്റ്റനിങ് ചെയ്തിട്ട് പിന്നെ അറസ്റ്റ് ചെയ്തേക്കുന്നത്. നിലവിൽ എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? കൂടുതൽ മലയാളികളുണ്ടോ ഈ സംഘത്തിൽ? അങ്ങനെ ഒരു നിഗമനത്തിലെത്തിയിട്ടുണ്ടോ? ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇപ്പോൾ പറയാൻ പറ്റിട്ടില്ല. പക്ഷേ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നല്ല കുറച്ച് ക്ലൂ ഉണ്ട്, ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും. ഈ ഇൻവെസ്റ്റിഗേഷനൊക്കെ വേണ്ടി എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ എല്ലാം വളരെ സജീവമായ രീതിയിൽ ടീം ചെയ്യും. ഓൾറെഡി ഡിവൈഎസ്പിയിലേക്ക് ടീമുണ്ട്. വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. 2 ദിവസത്തിലേക്കത്തെ 2 അറസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കൂടുതൽ അറസ്റ്റിൽ സാധ്യത ഉണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഇതിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നതിനെയാണ് വൈഭവ് സക്സേന വ്യക്തമാക്കിയിരിക്കുന്നതിനൊപ്പം ഏത് തരത്തിൽ എവിടെയൊക്കെ പരിശോധനകൾ അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കടത്തുമായി ബന്ധപ്പെട്ട് നിലവിൽ അറസ്റ്റിലായിട്ടുള്ള 2 പേർക്ക് പുറമെ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് ആലുവ റൂറൽ SP വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് കേരളത്തിനുള്ളിലും പുറത്തുമായിട്ടാണ് ഈ ശൃംഖല വളർന്നു കിടക്കുന്നത്. ഇവിടങ്ങളിലെല്ലാം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ബാംഗ്ലൂരിലും ഹൈദരാബാദിലും എത്തി അന്വേഷണം നടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ പരിഗണനയിലാണ്. നിലവിലെ അന്വേഷണം ശാസ്ത്രീയമായ രീതിയിൽ തന്നെ മുന്നേറുകയാണ്. ഇപ്പോൾ ഇന്നലെ പിടിയിലായിട്ടുള്ള ഈ സജിത് ശ്യാം എന്ന വ്യക്തി, ഇയാൾ ഈ കേസിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ള ആളാണ് എന്നുള്ള കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി ഏതായാലും SP വ്യക്തമാക്കിയിരിക്കുകയാണ്. നേരത്തെ ഇവരുടെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. ഈ കേസിൽ ആദ്യം പിടിയിലായിട്ടുള്ള സബിത് നാസറിന്റെ അക്കൗണ്ട് വിവരങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇതിനിടയിലാണ് ഈ സജിത് ശ്യാമുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ പോലീസിന് വ്യക്തമായത്. ഈ അവയവ കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്ന ദിവസങ്ങൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ഈ അക്കൗണ്ടുകളിലേക്ക് ലക്ഷങ്ങളുടെ ഇടപാടുകളാണ് നടന്നിരിക്കുന്നത്. ഇവർ തമ്മിൽ നടത്തിയിട്ടുള്ള ഈ സാമ്പത്തിക ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഒപ്പം തന്നെ ഇവരുടെ ഫോൺ രേഖകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ സബിത് നാസറിന്റെ ഫോണിലേക്ക് തുടർച്ചയായി വന്നിട്ടുള്ള 5 കോളുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 5 കോളുകൾ എല്ലാം തന്നെ നിലവിൽ ഈ 5 നമ്പറുകളും സ്വിച്ച് ഓഫ് ആണ് എന്നൊരു കണ്ടെത്തലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആരുടെയൊക്കെ കൈവശമുള്ള ഫോണുകളാണ് എന്നത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ഏതായാലും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് ആലുവ റൂറൽ SP അറിയിച്ചിരിക്കുന്നത്. KP. ശരി, കൊച്ചിയിൽ നിന്നും കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.